ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 3 ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി. അതിൻ്റെ റിവ്യൂ ഭയങ്കര കേട്ടിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ സീസൺ 2യുടെ അവസാന 9th എപ്പിസോഡായിട്ട് വരേണ്ട സംഭവമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാണാൻ സാധിക്കും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മ്യൂസിക് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി അഗ്രസീവ് മ്യൂസിക്കായിട്ടാണ് കാണിക്കുന്നത്. അതൊരു യുദ്ധത്തിൻ്റെ ഒരു മൂഡാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് രീതിയാണല്ലോ അവർ കാണിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതും വേവ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കടലിലെ സീനും കുറച്ച് കൂടുതലുണ്ടാവും. സ്റ്റിച്ച് ചെയ്യുന്ന സീനിൽ നിറച്ചും ബ്ലഡ് ഒഴുകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറേ ഉണ്ടാവും എന്നുള്ളൊരു സൂചന തരുന്ന ഒരു ഇൻട്രോ ആണ് കാണിക്കുന്നത് എപ്പിസോഡിൻ്റെ. സീസൺ തുടങ്ങിയത് റൈന തൻ്റെ ഷീപ്പ് സ്റ്റീലറിനെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഈ പ്രാവശ്യം പുള്ളിക്കാരി അതിനെ ഫേസ് ചെയ്യാണ്. പുള്ളിക്കാരി ആദ്യം തന്നെ അതിന് അടുത്തേക്ക് ചെന്ന് ഡ്രാഗൺസിനെ സംസാരിക്കുന്ന ലാംഗ്വേജിൽ സംസാരിച്ചു തുടങ്ങി. പക്ഷെ അത് കേൾക്കുന്നുണ്ടായില്ല, അത് പറന്നുപോയി. ആദ്യം പുള്ളിക്കാരി പുള്ളിക്കാരി കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കയറി അത് പറപ്പിച്ച് തിരിച്ച് താഴത്തേക്ക് ഇടുകയും പിന്നെ പറന്നു പോയിട്ട് കൊണ്ടുവരുന്നത് ഷീപ്പിന് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഷീപ്സിന് രണ്ടെണ്ണത്തിന് കൊണ്ടുവന്ന് അതിനെ ഫയർ ചെയ്തിട്ട് റൈനയുടെ മുന്നിലേക്കിടാണ്. റൈന മനസ്സിലായി അതിൻ്റെ കൂട്ടാവണമെങ്കിൽ അതിൻ്റെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി എന്ന് കാണിക്കുന്ന രീതിയിൽ പുള്ളിക്കാരി ആ വേവിച്ച ഷീപ്പിനെ അങ്ങനെ റോ ആയിട്ട് കഴിക്കും. അങ്ങനെ പതുക്കെ പുള്ളിക്കാരി അതിനെ അടുക്കാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഏഗൺ ടാർഗേറിയൻ 2നെ ലാരിസ് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്താണ് നമ്മുടെ റെനേറയുടെ പട്ടാളക്കാർ അവനെ പിടിക്കുമ്പോൾ ആദ്യം ഇവരൊന്നും പറയണില്ല. പിന്നെ പതുക്കെ അവർ റിവീൽ ചെയ്യാണ്, ഞങ്ങൾ ഏഗണാണോ ഞാൻ ലാരിസ് ആണെന്ന് പറയുമ്പോൾ ലാരിസ് അത് റിവീൽ ചെയ്യാൻ കാരണം അവരെ വാല്യുബിൾ ഹോസ്റ്റേജ് ആക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. കൊട്ടാരത്തിലാണെങ്കിൽ നമ്മുടെ ആലിസന്റ് കാണുന്നത് ഏമൺ അയൺ ത്രോണിലിരിക്കുന്നു. അവൻ പറയുന്ന ഏഗൺ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി എന്ന് പറയുകയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ നമ്മുടെ റെനേറയുടെയായിട്ട് ഒരു കരാറ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആരറിയാതെ പുള്ളിക്കാരിനെയും ബെല്ലേനെയും കുട്ടീനെയും സേഫാക്കി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കിങ്സ് ലാൻഡിങ്ങിൽ അറ്റാക്ക് ചെയ്യാം, എയ്മണിനെ ഹാരൻ ഹാളിൽ വെച്ച് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ. ഇപ്പോൾ പതുക്കെ പുള്ളിക്കാരി ആലിസന്റ് എയ്മണിനെ എങ്ങനെയെങ്കിലും ഹാരൻ ഹാളിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് സീസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ പുള്ളിക്കാരി അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയ്മണിന് ആലിസണിനോട് ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. അതിന് തുടർന്ന് ആലിസണ്ട് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് ഓർമണ്ട് ഹൈ ടവർ ആർമിക്ക്. ഇവനിങ്ങനെ പോവാതിരിക്കുകയാണല്ലോ, അപ്പോൾ ഹൈ ടവർ ആർമീനെ ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എയ്മണ്ടിൻ്റെ ലെറ്ററായിട്ടാണ് അയക്കുന്നത്. എയ്മണ്ടിൻ്റെ സൈനൊക്കെ ഇട്ട്. അപ്പോൾ എയ്മണ്ടിനെ ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. അപ്പോൾ എയ്മണ്ട് കാരണം അവർ ഡിലേ ചെയ്യും. അത് ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും എയ്മണ്ടിനെ ഹാരൻഹളിലേക്ക് എത്തിച്ച് റെനേറയുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡിയ. വേറൊരു ഏരിയയിൽ കാണിക്കുന്നത് നമ്മുടെ ഡെയ്മൺ ജെയ്സൺ ലാനിസ്റ്റേഴ്സിൻ്റെ ആയിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. യുദ്ധം ചെയ്ത് ഏകദേശം സക്സസ് ആയി ഇരിക്കുന്ന സമയത്താണ് കാട്ടിൽ നിന്ന് ഒരു അനക്കം കാണുന്നത്. ആ കാട്ടിൽ നിന്ന് കുറേ വിൻ്റർ വോൾഫ്സ്, അതായത് വെറ്റേറിയൻസ് ആണ് അവർ. അതിൻ്റെ അവരെ ലീഡ് ചെയ്യുന്നത് റോഡറിക് ഡസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളാണ് ഇങ്ങനെ ജെയ്സൺ ലാനിസ്റ്ററുടെ തല വെട്ടി ഡെയ്മൻ്റെ മുന്നിലേക്ക് ഇടാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് എന്ന രീതിയിൽ. വേറെ സ്ഥലത്ത് നമ്മുടെ എയ്മണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഡ്രാഗൺസ്, നമ്മുടെ ആഡം, ഹ്യൂ, ഉൾഫ്, മറ്റേ ബാസ്റ്റേഡ്സായ ഡ്രാഗൺസ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാരൻ ഹാളിൽ വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയ്മണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഏലീസ് വരികയാണ്. ഏലീസ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ നിന്ന് വേഗം തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകണം, അവിടെയാണ് നിങ്ങളെ ആവശ്യം, ഇവിടേക്ക് വരില്ല എയ്മൺ എന്ന് പറഞ്ഞിട്ട് ഏലീസ് വെച്ച് പറയുകയാണ്. ഹാരൻ ഹാളിൽ നമ്മുടെ 3 ഡ്രാഗൺസായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാർ അവരൊരു ആളെ കാണുന്നുണ്ട്, കൊമ്പുള്ള ഒരാൾ ക്ലിഫിൻ്റെ മേളിൽ നിന്ന് എത്തിച്ചു നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഗ്രീൻ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ കാണിക്കുന്നുണ്ട് ടുവേഴ്സ് ദ ക്ലൈമാക്സ്. അപ്പോൾ അതിൻ്റെ ആൻസസ്റ്റേഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇവരെ. ഈ കഥാപാത്രത്തിനേക്കാളും മുമ്പ് ഡീമൺ മറ്റേ ട്രീ ഇല്ലേ, മുകളിലുള്ള ട്രീ, എൻ്റെ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഫ്യൂച്ചർ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അവിടേക്കാണ് നമ്മുടെ വിച്ച് വരുന്നതും. പിന്നെ കടൽ തീരത്താണ് പിന്നെ വേറൊരു സംഭവം കാണിക്കുന്നത്. ട്രയാർക്കി നമ്മുടെ വെലേറിയൻ ഫ്ലീറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് ഗലറ്റ് എന്ന സ്ഥലത്ത് വെച്ചിട്ട്, ഗലറ്റ് വാർ. അവിടെ ട്രയാർക്കിയുടെ മെയിൻ ആളായ ലോഹറിനാകെ ഒരു ഇതുള്ളൂ. ട്രയാർക്കിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന വെലേറിയൻ ഫ്ലീറ്റ്, അതിൻ്റെ മെയിൻ ആളായ കോർലേറ്റ്സിനെ കൊല്ലണം എന്ന ഒരു റിവെഞ്ച് ഭാവത്തിലാണ് വരുന്നത്. പക്ഷേ അവിടുത്തെ ലാനിസ്റ്റേഴ്സ് വിചാരിച്ചു അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ വരുന്നത്. സപ്പോർട്ടൊക്കെയാണ്, പക്ഷേ അവരുടെ മെയിൻ ഉദ്ദേശം കോർലേറ്റ്സിനെ പിടിക്കണം എന്നാണ്. ഇങ്ങനെ കോർലേറ്റ്സിനെ അവർ അറ്റാക്ക് ചെയ്തു എന്ന വിവരം ഡ്രാഗൺ സ്റ്റോണിൽ അറിയുകയാണ്. അവിടുന്ന് റെയ്ന അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറക്കാൻ വേണ്ടി ഡ്രസ്സ് മാറാൻ പോകുമ്പോഴത്തേക്കും ജെയ്സിന് മനസ്സിലാവും അത്
റെയ്നയ്ക്ക് അപകടമാണെന്നും അവിടുന്ന് ജെയ്സ് വെർമെക്സ് ആയിട്ടും മൂൺ ഡാൻസറായിട്ട് നമ്മുടെ ബെല്ലയും ട്രയാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് റെഹനെ റൂമിൽ പൂട്ടിയിട്ടിട്ട്. അങ്ങനെ അതൊരു അടിപൊളി സീനായിട്ടാണ് കാണിക്കുന്നത്. അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്പിയർ വെച്ചിട്ട് ആദ്യം അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് വെർമെക്സിനെ മൂൺ ഡാൻസർ രക്ഷപ്പെടുത്തും. അതേസമയം നമ്മുടെ ഈ അറ്റാക്ക് നടക്കുന്ന ദൂരിൽ നിന്ന് നമ്മുടെ റൈന ഷീപ്പ് സ്റ്റീലറായിട്ട് കാണുകയാണ്. അങ്ങനെ പുള്ളിക്കാരി ഷീപ്പ് സ്റ്റീലറായിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ഷീപ്പ് സ്റ്റീലർ ആണെങ്കിൽ ഒരു വൈൽഡ് ഡ്രാഗനാണ്. അതിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, ടീം ചെയ്യാനും പറ്റില്ല. അത് കിട്ടിയ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സ്വന്തം ആൾക്കാരെ അടക്കം അത് അറ്റാക്ക് ചെയ്യുന്നു. ഈവൻ തൻ്റെ സിസ്റ്ററായ ബെല്ല മൂൺ ഡാൻസറിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഷീപ്പ് സ്റ്റീലറിൻ്റെ ഒരു വിളയാട്ടം കാണുന്നിടയിൽ ട്രയാക്കിയുടെ ആൾക്കാർ വെർമെക്സിനെ അറ്റാക്ക് ചെയ്യുന്നു. സൈമിൾട്ടേനിയസ്ലി ഇവിടെ കോളേജിൻ്റെ കാര്യം കൂടി കാണിക്കുന്നു. കോളേജ് ഷിപ്പ് എടുത്ത് സൈഡിൽ കൂടെ ഒരു റോക്കി പാസേജ് അതിലൂടെ കടന്നു പോവാണ്. അതിനെ ഫോളോ ചെയ്ത് ലോഹറും പോകുന്നു. ലാസ്റ്റിൽ ലോഹർ കോളേജിൻ്റെ ഷിപ്പിലേക്ക് ഇടിച്ച് കയറി അറ്റാക്ക് ചെയ്യുകയാണ്. കോർലിസ് ഓവർബോർഡാവും, ഷിപ്പിൽ നിന്ന് വീഴും. ലോഹർ ഷിപ്പിൽ നിന്ന് വീഴും. അതിനൊപ്പം തന്നെ തൻ്റെ മകൻ ആലിൻ ചാടി ഇറങ്ങി ലോഹറിനെ കുത്തിക്കൊല്ലാണ് കാണിക്കുന്നത്. പക്ഷെ കോളേജിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കണില്ല. അപ്പുറത്ത് റെയ്നനെ ഷീപ്പ് സ്റ്റീലർ അറ്റാക്ക് ചെയ്യുന്നു. വെർമസിന് ഒരു ഷോട്ട് കിട്ടിയിരിക്കുകയാണ് സ്കോർപ്പിയൻ ബോൾട്ട് എന്ന ടീമിൽ നിന്ന്. അങ്ങനെ പതുക്കെ വെർമസ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സും വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രയാക്കിയുടെ ഒരു ബോമാൻ അമ്പ് ചെയ്ത് ജെയ്സിനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. അപ്പോൾ ഇതുപോലെ എല്ലാ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.